ശ്രീദേവി അസ്ട്രോളജിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു വീട് തുടർന്നു പൂട്ടിയിട്ടാൽ വാസ്തുപ്രകാരം എന്തൊക്കെ ദോഷങ്ങളുണ്ട്, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് നമുക്ക് നോക്കാം. ഒരു വീടും തുടർന്ന് പൂട്ടിയിട്ടിരിക്കാൻ പാടില്ല. ഒരു 10 ദിവസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ എത്ര ദൂരെയാണെങ്കിലും വന്ന് വീട് തുറന്ന് ജനലുകളും വാതിലുകളുമൊക്കെ തുറന്ന് വലയെല്ലാം അടിച്ച് വാരി ഒരു വെള്ളമൊക്കെ കുടഞ്ഞ് ഒരു നിലവിളക്ക് കൊളുത്തി വെച്ച് നാമം ജപിക്കണം. അവിടെ നെഗറ്റീവ് കൊണ്ട് നിറഞ്ഞു കിടക്കും, ഇരുട്ട്, ദാരിദ്ര്യം, മൂദേവി വാസം ഉണ്ടാകും. അത് നമ്മൾ ഇനി എത്ര ദൂരെ താമസിച്ചാലും ആ ഓണറിനെയും ആ കുടുംബത്തിനെയും അത് പിന്തുടരും. അതുകൊണ്ട് ഇപ്രകാരം ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നൊക്കെ മോചനം കിട്ടും. അല്ലെങ്കിൽ ഒരു വാടകയ്ക്ക് ആർക്കെങ്കിലും കൊടുത്തിട്ട് പോയാൽ അവർ ദിവസവും അവിടെ പ്രവർത്തനം ആരംഭിക്കും. ദിവസവും വീട് തുറന്നിടും. അത് നമുക്ക് നല്ല ഊർജ്ജം ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ എവിടെ ഇരുന്നാലും നമുക്ക് മനസ്സമാധാനം കിട്ടും. അല്ലെങ്കിൽ നമുക്ക് നെഗറ്റീവ് എനർജി മൂലം ഒരു സമാധാനവും ഉണ്ടാകില്ല. ധാരാളം പണം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. നമ്മൾ താമസിച്ചു കൊണ്ടിരുന്ന, നമ്മൾ കഷ്ടപ്പെട്ട് പണി ചെയ്ത വീട് നമുക്കിനി വാടകയ്ക്ക് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ നമ്മുടെ അടുത്ത ബന്ധുക്കൾ ആരോടെങ്കിലും ഇതുപോലെ ഇപ്രകാരം ചെയ്യാൻ പറയുക. നമ്മളിനി വളരെ ദൂരെയാണെങ്കിൽ ഇതുപോലെ എന്നും വന്ന് ഇതൊക്കെ ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ അടുത്ത ബന്ധുക്കൾ വന്ന് വീട് തുറന്നിടുകയും ജനൽ തുറന്നിടുകയും ഒന്ന് തൂത്തുവാരുകയൊക്കെ ചെയ്യുന്നത് മൂലം നല്ല പോസിറ്റിവിറ്റി അവിടെ ഉണ്ടാകും. അവിടെ നെഗറ്റീവ് എനർജിയൊക്കെ മാറും. അത് നമുക്കും, നമ്മളെവിടെ ഇരുന്നാലും നമുക്കും മനസ്സമാധാനവും നമുക്കും എന്തൊന്നില്ലാത്തൊരു സന്തോഷവും നമ്മളെ വീടിനെക്കുറിച്ചൊരു നല്ല ഓർമ്മകളുമൊക്കെ നമുക്ക് ഉണ്ടാകും. ഇപ്രകാരം ചെയ്യാൻ ശ്രമിക്കുക. അതിന് ചെറിയ വീടായാലും ശരി, വലിയ വീടായാലും ശരി, ആ വീടിനും ജീവനുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അവിടെ ജീവിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അന്നത്തിന് വഴി ഉണ്ടാകുന്നത്. നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാതിരിക്കാനും ഒക്കെ. ഇനി വാസ്തുപ്രകാരം എന്തെങ്കിലും തെറ്റും കുഴപ്പവും ഉള്ള വീടാണെങ്കിൽ പോലും അത് സൂക്ഷിക്കുക. അത് അടച്ചിട്ടാൽ കൂടുതൽ ദാരിദ്ര്യം ഉണ്ടാകും, കൂടുതൽ നെഗറ്റീവ് ഉണ്ടാകും. നമ്മൾ താമസിച്ചു കൊണ്ടിരിക്കുന്ന വീടിന് വല്ല വാസ്തുദോഷവും ഉണ്ടെന്നിരിക്കട്ടെ, അതായത് സെപ്റ്റിക് ടാങ്കോ ടോയ്ലറ്റോ ഒക്കെ കന്നിമൂലയിൽ ഉണ്ടായിരുന്നാലോ ജലസംഭരണികളോ കുഴികളോ ഒക്കെ ഉണ്ടായിരുന്നാൽ ആ വീട്ടിലെ ഗൃഹനാഥന് കടുത്ത ദോഷമാണ്. അതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ സമയം നല്ലതെങ്കിൽ നമ്മൾ അവിടെ നിന്ന് മാറി താമസിക്കാൻ ഭഗവാൻ വഴി ഉണ്ടാക്കി തരും. ചിലവർ അവിടെ തന്നെ താമസിച്ച് നശിക്കുന്നതായും കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു പരിധിവരെ നമുക്ക് അവിടെ നിന്ന് മാറ്റിയാൽ നന്മകളുണ്ടാകും. അതുപോലെ ഈശാന കോണിലും ചില നിർമ്മിതികളൊന്നും വരാൻ പാടില്ല. ഈശാന കോണിൽ എപ്പോഴും വൃത്തിയായും ശുദ്ധിയായും സൂക്ഷിക്കണം. അവിടുത്തെ ദേവനാണെങ്കിൽ മഹാവിഷ്ണുവാണ്. മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യം ഉള്ള ഒരു സ്ഥലമാണ്. അതായത് ഒരു വീട്ടിൻ്റെ ഏത് ദർശനമായാലും വടക്ക് കിഴക്ക് മൂല, ഇതിനെയാണ് ഈശാന കോണെന്ന് പറയുന്നത്. ഇവിടെയും വളരെയധികം ശുദ്ധിയായിട്ടും വൃത്തിയായിട്ടും സൂക്ഷിച്ചാൽ നല്ല പോസിറ്റീവ് എനർജി, നമ്മളിനി എവിടെ ഇരുന്നാലും നമുക്ക് ഗുണാനുഭവങ്ങൾ കൂടുതൽ ഉണ്ടാകും. നമ്മുടെ കുട്ടികൾക്കും ഉയർച്ച ഉണ്ടാകും. വലിയ ജോലികളും വിദ്യാഭ്യാസവും ഒക്കെ അവർക്കും ഉണ്ടാകും. അങ്ങനെ നമ്മുടെ ജീവിതം സുഖകരമായി ഇരിക്കാൻ അത് സഹായിക്കും. നമുക്കിനി ഇപ്രകാരം ഉണ്ടെങ്കിൽ ഇതൊക്കെ മാറ്റിക്കഴിഞ്ഞാലും ഇനി മുതലുള്ള കാലം നന്നാവും. ഇങ്ങനെയൊക്കെയുള്ള ചില വാസ്തുദോഷങ്ങളൊക്കെ മാറ്റി ജീവിത പുരോഗതി കൈവരിക്കാൻ സർവശക്തൻ എല്ലാവർക്കും ഒരു വഴി തെളിയിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാ ഗുണാനുഭവങ്ങളും ആയുസ്സും ആരോഗ്യവും മനസ്സമാധാനവും സർവശക്തൻ നൽകട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ അറിവുകൾക്കായി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. ഇനി ഷോർട്ടുകളും വീഡിയോവുമെല്ലാം ഈ ശ്രീദേവി അസ്ട്രോളജിയിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ കയറി കാണുക.